ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ 4-ാം പാർട്ട്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ വാറണ്ട്, ഷെയർ വേഴ്സസ് സ്റ്റോക്ക്, അൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇത് ആദ്യമായി ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറയാം. Every company must deliver the share certificate within 3 months after the allotment of any of its shares or within 2 months on the application for the registration of transfer of shares unless prohibited by any provision of law or any order of any court or tribunal. ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമ വകുപ്പുകൾ അനുസരിച്ചോ പ്രൊഹിബിറ്റ് ചെയ്യാത്തിടത്തോളം 2 മാസത്തിൻ്റെ ഉള്ളിൽ അപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ട്രാൻസ്ഫറിന് 2 മാസത്തിൻ്റെ ഉള്ളിലും അലോട്ട്മെൻറ്റിന് ശേഷം 3 മാസത്തിൻ്റെ ഉള്ളിലും ഷെയർ സർട്ടിഫിക്കറ്റ് ഡെലിവറി ചെയ്യണമെന്നാണ് നിയമം. എവറി കമ്പനി മസ്റ്റ് ഡെലിവർ ദി ഷെയർ സർട്ടിഫിക്കറ്റ് വിത്തിൻ 3 months ആഫ്റ്റർ അലോട്ട്മെൻറ്റ് ഓഫ് എനി ഷെയർസ് or within 2 months on the application for registration of transfer of shares. Then next is auditor's duty എന്താണ്? ഷെയർ സർട്ടിഫിക്കറ്റായി ബന്ധപ്പെട്ട് ഓഡിറ്റർ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റർ ഷുഡ് സീ വെദർ ദി പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 113 ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. അത് സെക്ഷൻ 113 എന്താണ് അനുസരിച്ചാണോ ഇയാൾ ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യണോ? 113 അനുസരിച്ച് തന്നെയാണോ ഇയാൾ എന്ത് ചെയ്തത് എന്നുള്ളത് ഇയാൾ ഉറപ്പുവരുത്തണം. ഓഡിറ്റർ ഷുഡ് സീ വെദർ ദി പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 113 ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. അണ്ടർ സെക്ഷൻ 113 പ്രകാരമാണോ ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുള്ളത്? ഓഡിറ്റർ ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത് ഉറപ്പുവരുത്തണം. ഹി ഷുഡ് ചെക്ക് ദി എൻട്രീസ് മെയ്ഡ് ഇൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വിത്ത് കൗണ്ടർ ഫോയിൽ ഓഫ് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിൻ്റെ കൗണ്ടർ ഫോയിലും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സും വെച്ചിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർക്ക് ചെയ്യാനുള്ളത്. ദെൻ ഓഡിറ്റർ ഷെയർ വാറണ്ട് എന്താണെന്ന് പറയാം. എന്താണ് ഷെയർ വാറണ്ട്? Share warrant is the document issued by a public limited company or company limited by shares to fully paid up shares under common seal of the company. Fully paid up sharesന് നൽകുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത്? ഷെയർ വാറണ്ട് എന്ന് പറയുന്നത്. This declares that the bearer thereof is entitled to number of shares specified there in the capital of the company. ആ ബിയറിൽ നിന്നിട്ട് എൻറ്റൈറ്റിൽ ടു നമ്പർ ഓഫ് ഷെയർ, എത്രയാണോ നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അത് കമ്പനിയുടെ ക്യാപിറ്റലിൽ ആ നമ്പർ ഓഫ് ഷെയർസിനുള്ള അധികാരം അവർക്കുണ്ട് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നു. ഷെയർ വാറണ്ടി ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ബൈ കൂപ്പൺസ് ഓർ അതർവൈസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ്. ഷെയർ വാറണ്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബൈ കൂപ്പൺസ് ആയിട്ടാണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻസ് ആയിട്ടാണ് ഓൺ ഷെയർ സ്പെസിഫൈഡ് ഇൻ ദി വാറണ്ട്. ഷെയർ വാറണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ഡിവിഡൻഡ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ബൈ കൂപ്പൺസ് ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ വാറണ്ടി യൂസ്വലി എന്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ഹി ഷുഡ് സീ ദാറ്റ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് കൺഫേം വെദർ ദി ഇഷ്യൂ ഓഫ് ഷെയർ വാറണ്ടി ഈസ് ഓതറൈസ്ഡ് ബൈ കമ്പനി ഓർ നോട്ട്. ഇത് ഓതറൈസ്ഡ് ആണോ അല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നോക്കിയാൽ മതി. ദെൻ അതേപോലെ തന്നെ ഈ ഷുഡ് സീ ദാറ്റ് ഇഷ്യൂ ഈസ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചതാണോ എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ഹി ഷുഡ് സീ ദാറ്റ് പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 114 ആൻഡ് 115 റിഗാർഡിംഗ് ദി ഇഷ്യൂ ഓഫ് ഷെയർ വാറണ്ട് ഈസ് കംപ്ലൈഡ് വിത്ത്. സെക്ഷൻ 114 115 അനുസരിച്ച് തന്നെയാണോ ചെയ്തിട്ടുള്ളതെന്നുള്ളതും നോക്കണം. അതുപോലെ തന്നെ you should see that proper entries have been made in the register of share warrant. ഷെയർ വാറണ്ട് രജിസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആവശ്യമായ എൻട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്? വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണോ? പരിശോധിക്കേണ്ടതാണ്, ഓഡിറ്റർ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഷുഡ് സീ ദാറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് കൺഫേം വെദർ ദി ഇഷ്യൂ ഓഫ് ഷെയർ വാറണ്ട് ഈസ് ഓതറൈസ്ഡ് ബൈ കമ്പനി ഓർ നോട്ട്, ദെൻ അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. Provision of section 114 and 115 regarding the issue of share warrant is complied with. Proper entries have been made in the register of share warrant.
Then next, share versus stock. Shares are fully or partly paid. ഷെയർസ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഫുള്ളി പെയ്ഡ് ഉണ്ടാവുക, പാർട്ലി പെയ്ഡ് ഉണ്ടാവുക. പക്ഷേ സ്റ്റോക്ക് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ്. സ്റ്റോക്ക് എന്തായിരിക്കണം, ഫുള്ളി പെയ്ഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ എവരി ഷെയർ ഈസ് കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ്. ഷെയർ എന്നുള്ളത് നമ്പേർഡ് ആയിരിക്കും. അതേസമയം സ്റ്റോക്ക് ഈസ് നോട്ട് സോ നമ്പേർഡ്. സ്റ്റോക്ക് എന്തായിരിക്കില്ല, നമ്പേർഡ് ആയിരിക്കില്ല. പിന്നെ പാർട്ട് ഓഫ് ഷെയർ കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. ഒരു ഷെയറിൻ്റെ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതേസമയം സ്റ്റോക്ക് മേ ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻ. സ്റ്റോക്ക് എന്തായിട്ടും ട്രാൻസ്ഫർ ചെയ്യാം, ഫ്രാക്ഷൻസ് ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഇൻവോൾവ് സോ മെനി പ്രൊസീജിയർ. ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്നുള്ളത് വലിയ പ്രൊസീജിയർ അടങ്ങിയതാണ്. അതേസമയം ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്ക് വെരി ഈസിയാണ്. ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്ക് എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പോൾ ഷെയർ വേഴ്സസ് സ്റ്റോക്ക് എന്നുള്ളത്, ഷെയർ എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡപ്പോ പാർട്ട്ലി പെയ്ഡപ്പോ ഉണ്ടാവാം. അതേസമയം സ്റ്റോക്ക് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കും. അതേസമയം ഷെയർ എന്നുള്ളത് എന്താണ്, ഷെയർ കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആണ്. എന്നാൽ ഷെയർ സ്റ്റോക്ക് എന്നുള്ളത് എന്തല്ല, നമ്പേർഡ് അല്ല. ദെൻ എ പാർട്ട് ഓഫ് ഷെയർ കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. ഒരു പാർട്ട് ഓഫ് ഷെയർ നമുക്ക് കനോട്ട് ബി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതേസമയം സ്റ്റോക്ക് മേ ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻ. സ്റ്റോക്ക് എന്താക്കി ട്രാൻസ്ഫർ ചെയ്യുക, ഫ്രാക്ഷനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്നുള്ളത് എന്താണ്, ഒരു പ്രൊസീജിയർ വളരെ ഡിഫിക്കൽട്ടാണ്. അതേസമയം മെനി പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതേസമയം ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്ക് എന്നുള്ളത് വളരെ ഈസിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ്, അൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റൽ അൾട്ടർ ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിലവിലുള്ള ഷെയർ ക്യാപിറ്റലിനെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. റിഡക്ഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത് അൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റൽ ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നതിനാണെന്ന് വിളിക്കുന്നത് അൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. Alteration of share capital, it is possible for a company limited by share or limited by guarantee to recognize and alter its capital if authorized by Articles of Association. Articles of Association authorize ചെയ്താൽ മാത്രമാണ് alteration of share capital എന്ത് ചെയ്യുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. Alteration of share capital is possible for the company limited by share or limited by guarantee to recognize and alter its capital if authorized by Articles of Association. Articles of Association എന്ത് ചെയ്തിരിക്കണം, ഓതറൈസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ, അൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് കൂടി പറയൂ. റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മേ റിസൾട്ട് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് മാനർ. താഴെ പറയുന്ന ഏതെങ്കിലും വിധത്തിലാവാം. ഒന്ന്, റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ആവാം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. ദെൻ ഇൻക്രീസിങ് ക്യാപിറ്റൽ, ഇൻക്രീസിങ് ഇറ്റ്സ് ക്യാപിറ്റൽ ആവാം. റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ആവാം, ഇൻക്രീസിങ് ഇറ്റ്സ് ക്യാപിറ്റൽ ആവാം. ഇൻക്രീസിങ് ഇറ്റ് ക്യാപിറ്റൽ തന്നെ ബൈ ദ ഇഷ്യൂ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ് ആവാം, ബൈ ഇൻക്രീസിങ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആവാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നെ ഇൻക്രീസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അൺഇഷ്യൂഡ് ഷെയർസ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്തുകൊണ്ടും ആവാം. അപ്പോൾ എന്താണ് നമുക്ക് റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അണ്ടർ സെക്ഷൻ 94 ഓഫ് ദി കമ്പനീസ് ആക്ട്, the authority of Articles of Association, unissued part of nominal capital may be cancelled by an ordinary resolution of shareholder. ഒരു ഷെയർഹോൾഡേഴ്സിൻ്റെ ഓർഡിനറി റെസൊല്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അൺഇഷ്യൂഡ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ക്യാൻ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ സബ്ജക്റ്റ് ടു സാങ്ഷൻ ഓഫ് ദി കോർട്ട്, കോർട്ടിൻ്റെ സാങ്ഷനോടുകൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ത് ചെയ്തിരിക്കണം, പാസ്സാക്കിയിരിക്കണം. ഓഡിറ്റർ ഷുഡ് സീ റിഡക്ഷൻസ് ഓഫ് ക്യാപിറ്റൽ ബൈ എക്സാമിനിങ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡർ ഓഫ് കോർട്ട്, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. He has to see whether notice of cancellation of unissued shares has been filed with Register of Companies. Register of Companies എന്ത് ചെയ്തു, ഈ നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടീസ് ഓഫ് ക്യാൻസലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. Auditor should verify the adjustment consequence on the reductions of capital in share register. ഷെയർ രജിസ്റ്റർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം,
ഓഡിറ്റർ പരിശോധിക്കണം. ഫൈനലി ഹി ഷുഡ് സീ ദ ഷെയർ ക്യാപിറ്റൽ ആസ് അൾട്ടേർഡ് ഈസ് കറക്റ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി. ബാലൻസ് ഷീറ്റിൽ അൾട്ടേർഡ് ക്യാപിറ്റൽ എന്താണ്, കറക്റ്റാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ദെൻ നെക്സ്റ്റ് ബൈ ഇൻക്രീസിങ് ക്യാപിറ്റൽ. ഇൻക്രീസിങ് ക്യാപിറ്റൽ എന്നുള്ളതാണ് എ കമ്പനി മേ ഇൻക്രീസ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻ 2 ways. 2 തരത്തിൽ എന്ത് ചെയ്യുക, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ഒന്ന് ബൈ ഇഷ്യൂ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ്. ബൈ ദി ഇഷ്യൂ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ്. അൺഇഷ്യൂഡ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അതായത് എന്താണ് അൺഇഷ്യൂഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ, കമ്പനീസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാളും ലെസ് ദാൻ ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. കമ്പനി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 2 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ 1 year ഫ്രം ദി ഫസ്റ്റ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. അവർ 2 വർഷത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് കഴിഞ്ഞിട്ട് 1 വർഷത്തിൻ്റെ ഉള്ളിലോ, whichever is earlier, may increase its share capital by issue of remaining unissued capital. റിമൈനിങ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാം. For the issue of unissued share capital, it does not arise a question alteration of memorandum and articles of association. അവിടെ alteration of memorandum articles of association എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. ബട്ട് കൺസെന്റ് ഓഫ് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ത് ചെയ്യണം, വാങ്ങിച്ചിരിക്കണം എന്നുണ്ട്. കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. അത് തന്നെ ഇഫ് എക്സീഡ്സ് ₹50 lakh ആണ്. 50 lakh കൂടുകയാണെങ്കിൽ മാത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി. ഓഡിറ്റർ ഷുഡ് സീ ദി ബോർഡ് റെസൊല്യൂഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, ബോർഡ് റെസൊല്യൂഷൻ എന്ത് ചെയ്തിരിക്കണം, ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് ബോർഡ് റെസൊല്യൂഷൻ പരിശോധിക്കണം. ഹി ഷുഡ് കൺഫേം ദാറ്റ് പെർമിഷൻ ഫ്രം കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. ഹി ഷുഡ് സീ ദാറ്റ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു എക്സിസ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺ പ്രൊറാറ്റ ബേസിസ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ എക്സിറ്റ് ഇക്വിറ്റി ഷെയർസിനുള്ള റൈറ്റ് ഇഷ്യൂ ഉണ്ട്, അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. He should see that proper entry in the register of members and entries in cash book and passbook. Cash bookലും പാസ്ബുക്കിലും അതുപോലെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലും പ്രോപ്പർ എൻട്രി എന്തിട്ടുണ്ട്, പാസ്സാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത്രയാണ് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി അൺഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻക്രീസ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ്ടിട്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രൊസീജിയർ ഫോർ ഇൻക്രീസിങ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് നമ്മളിത് പഠിക്കുക. ആദ്യം നമുക്ക് വേണ്ട കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ബൈ ഫർദർ ഫ്രഷ് ഷെയർ ഇഷ്യൂസ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ്. അതിൻ്റെ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്യണം. അൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ് ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ അൾട്രേഷൻ ചെയ്യണം ക്യാപിറ്റൽ ക്ലോസിൽ. പിന്നെ അണ്ടർ സെക്ഷൻ 94 ദി കമ്പനീസ് ആക്ട് 1956 the authorized capital can be increased by passing an ordinary resolution. ഒരു ഓർഡിനറി റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ എന്തിരിക്കണം, പാസ്സാക്കി ഇരിക്കണം. Then on the പ്രൊസീജിയറിലേക്ക് പോവാം. പ്രൊസീജിയർ ഫോർ ഇൻക്രീസിങ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡു നോട്ട് ഓതറൈസ് ദി ഇൻക്രീസ്, അത്തരത്തിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ അസോസിയേഷൻ എങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യിക്കാം. ഈ ഫർദർ ഇഷ്യൂ ഇസ് മെയ്ഡ് വിത്തിൻ period of 12 months or if it is exceeds 1 crore, sanction from the central government to be obtained. ഇത് 12 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇഷ്യൂ എങ്കിലും അതേപോലെ എക്സീഡ്സ് 1 crore, 1 crore കൂടുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്ത് വേണം, പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, സാക്ഷ്യം വാങ്ങിച്ചിരിക്കണം. ദെൻ തേർഡ്, convene the board meeting to transact the agenda for drafting the plan for further issue. ഫർദർ ഇഷ്യൂ പിന്നെ ഇഷ്യൂ ചെയ്യാനുള്ള ഡ്രാഫ്റ്റിന് വേണ്ടി, പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് മീറ്റിംഗ് എന്ത് ചെയ്തിരിക്കണം, കൺവീൻ ചെയ്തിരിക്കണം.
കൂടാതെ കൺവീൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഫോർ സാങ്ഷൻ ദി ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കണം. ദെൻ ഫയലിംഗ് നോട്ടീസ് വിത്തിൻ 30 days ഓഫ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. 30 daysൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നോട്ടീസ് in respect of increasing share capital, authorized capital, specifying the amount of share capital and the class of share. ഇതൊക്കെ ക്ലാസ് ഓഫ് ഷെയർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എവിടെ കൊടുക്കണം? നോട്ടീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്യണം. Then affect necessary changes in the memorandum of association and articles of association. നെസറി ചേഞ്ചസ് ഇൻ ആർട്ടിക്കിൾസും മെമ്മറാണ്ടത്തിൽ എന്ത് ചെയ്തിരിക്കണം? അൾട്രേഷൻ വരുത്തിയിരിക്കണം. അൾട്ടേർഡ് കോപ്പീസ് ഓഫ് ദീസ് ആർ ഫയൽഡ് വിത്ത് രജിസ്റ്റർ ഓഫ് കമ്പനി വിത്തിൻ 3 months ഓഫ് സച്ച് അൾട്രേഷൻ. അൾട്രേഷനും 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഇതിൻ്റെ എഫക്റ്റ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസിൻ്റെ എഫക്റ്റ് നെസറി ചേഞ്ചസ് ഇൻ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസും വരുത്തിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് അത് സമർപ്പിക്കണം. അറേഞ്ച് ദി ബാങ്കർ അറേഞ്ച് ചെയ്യണം ടു റിസീവ് ആക്സെപ്റ്റൻസ് ഓഫ് മണി ഫ്രം ദി മെമ്പറിൽ നിന്ന് മണി സ്വീകരിക്കാനുള്ള ബാങ്കിനെ അറേഞ്ച് ചെയ്യണം. ദി ബാലൻസ് ഓഫ് ഷെയർ നോട്ട് ടേക്കൺ അപ്പ് ബൈ ദി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എടുക്കാത്ത ഷെയർസ് ഉണ്ടെങ്കിൽ വിൽ ബി ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു ദി പബ്ലിക് ഇഷ്യൂവിന് ചെയ്യാം, പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യാം. A return of allotment has to be filed with the registrar of company within 30 days of allotment share. റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഫയൽ ചെയ്യണം വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനി വിത്തിൻ 30 days ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൻ്റെ 30 ദിവസത്തിനുള്ളിൽ. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് മേക്ക് നെസറി എൻട്രീസ് ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അതിനുള്ള നെസറി എൻട്രീസ് എന്ത് ചെയ്യുക? വരുത്തുക. നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻക്രീസ് ഓതറൈസ് ക്യാപിറ്റലായിട്ട് പ്രൊസീജിയർ പറഞ്ഞു. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡു നോട്ട് ഓതറൈസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഫർദർ ഇഷ്യൂ 12 months, അതേപോലെ തന്നെ 1 crore കൂടുതലാണ് സാങ്ഷൻ ഫ്രം സെൻട്രൽ ഗവൺമെൻറ് വേണം. കൺവീൻ ബോർഡ് മീറ്റിംഗ്, ഫയലിംഗ് നോട്ടീസ്, എഫക്റ്റ് നെസറി ചേഞ്ചസ് ഇൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, നോട്ടീസ് ഓഫ് റൈറ്റ് ഇഷ്യൂ, arrange the banker, then balance of shares not taken up existing shareholders, public issue ചെയ്യുക. Then balance return on allotment, then issue new share, okay, then share certificate. Then auditor's duty ആയിട്ട് ബന്ധപ്പെട്ട് auditor has to verify articles of association and see whether the auditor has to verify articles of association and see whether it authorizes its fresh issue of shares. എന്ത് ചെയ്യണം? ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നു? ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. He should verify the resolution passed by shareholders പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷൻ എന്ത് ചെയ്തിരിക്കണം? വെരിഫൈ ചെയ്യണം in connection with the alteration of share capital. He should confirm whether the sanction from the central government has been obtained. 1 crore കൂടുതലാണെങ്കിൽ സാങ്ഷൻ വരണം സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ളത്. അത്തരം ഘട്ടത്തിൽ സാങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യണം. He should see that alteration made in memorandum of association, articles of association, memorandum of association alterations എന്ത് ചെയ്തിട്ടുണ്ട്? വരുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. Then he should verify letter of acceptance എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. He should verify the letter of exiting equity shareholders in the letter of acceptance verify ചെയ്യണം. Then next, he should verify application for public issue വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള application verify ചെയ്യണം. Should see that proper entries are made in the register of members. മെമ്പേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? proper entries made ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം. He has to verify cash and passbook for receipt of acceptance and application. ആപ്ലിക്കേഷനും റിസീവ് ചെയ്തതിന് ബന്ധപ്പെട്ട ക്യാഷ് ബുക്കും പാസ്ബുക്കും പരിശോധിക്കണം. He should see that necessary legal formalities have been observed. അതേപോലെ തന്നെ necessary legal formalities ശരിക്കും ഫോർമാലിറ്റീസ് നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. He should confirm that balance sheet is drawn in new authorized capital. He should confirm that balance sheet is drawn in the new authorized capital. New authorized capital ആണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതും ഉറപ്പുവരുത്തണം. അപ്പോൾ ഓഡിറ്റർ ഹാസ് ടു വെരിഫൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ
മെമ്മറാണ്ടം അസോസിയേഷൻ അതിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അതുപോലെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ദെൻ സാങ്ഷൻ ഫ്രം ദി ഗവൺമെൻറ്, ദെൻ alteration of memorandum and articles of association, then letter of acceptance, then verify application of public issue, then proper entries made in the register of members, then cash book and passbook verify ചെയ്യണം. Then necessary legal formalities should see that necessary legal formalities have been observed. ബാലൻസ് ഷീറ്റിൽ എന്ത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പെടുത്തണം. The right issue of shares. It is right of existing equity shareholders to receive prorated allotment of shares on the fresh issue of capital. പുതിയ ഇഷ്യൂ ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രൊറേറ്റ അവരുടെ ഷെയർ ഹോൾഡിൻ്റെ അനുപാതത്തിൽ എന്ത് ചെയ്യണം, റൈറ്റ് ഉണ്ട് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ആ റൈറ്റിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്ത് നടക്കുന്ന ഇഷ്യൂവിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓഡിറ്റർ ഹാസ് ടു കൺഫേം വെദർ ഓൾ ലീഗൽ റിക്വയർമെൻറ്റ് ഹാവ് ബീൻ കംപ്ലൈൻഡ് വിത്ത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർ ചെയ്യാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ലീഗൽ റിക്വയർമെൻറ്റ് ഹാവ് ബീൻ കംപ്ലൈൻഡ് വിത്ത് എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് ആണുള്ളത്. എന്താ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, issue of debentures, company may borrow money by issue of debentures. Debentures issue ചെയ്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്യാം, മണി ബോറോ ചെയ്യാം. അത് തന്നെ പ്രൊവൈഡഡ് ബൈ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്താൽ മാത്രമാണ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറോ ചെയ്യാൻ പറ്റുക ഡിബഞ്ചറിലൂടെ. ഇത് സാധാരണ സെയിം വേ ഓഫ് ഷെയർ ഇഷ്യൂവിൻ്റെ അതേ വേസ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, പേ ചെയ്യും. ഡിവിഡൻ്റ് ഉള്ള ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പേ ചെയ്യുക എവറി 6 months ഓർ ആനുവലി. ഡിവെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആയിരിക്കാം, അറ്റ് ഡിസ്കൗണ്ട് ആയിരിക്കാം, റെഡീമബിൾ അറ്റ് പ്രീമിയം ആയിരിക്കാം, റെഡീമബിൾ അറ്റ് പാർ ആയിരിക്കാം. ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി ഇൻ കണക്ഷൻ വിത്ത് ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ്. ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഫൈൻഡ് ഔട്ട് ദി കമ്പനീസ് പവർ ടു ബോറോ. കമ്പനിക്ക് പവർ ഉണ്ട് എന്നുള്ളത് ഉറപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പരിശോധിക്കണം. ഇഫ് എനി ചാർജ് ഈസ് ക്രിയേറ്റഡ് ഓൺ അസറ്റ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചർ ഹി ഷുഡ് വെരിഫൈ. എന്തെങ്കിലും തരത്തിലുള്ള ചാർജ് അസറ്റിൽ വരുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് ചാർജ് പരിശോധിക്കേണ്ടതാണ്. He should inspect certificate of registration issued by registrar of company to see mortgage or charge. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ത് ചെയ്തിരിക്കണം, പരിശോധിക്കണം. ഇഷ്യൂഡ് ബൈ രജിസ്ട്രാർ ഓഫ് കമ്പനി ടു സീ മോർഗേജ് ഓർ ചാർജസ്. ഏതെങ്കിലും തരത്തിലുള്ള മോർഗേജോ ചാർജസോ ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ പരിശോധിക്കണം. ഹി ഷുഡ് വെരിഫൈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്തിരിക്കണം, വെരിഫൈ ചെയ്യണം. ഇഫ് എനി സിംഗിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്, സിംഗിങ് ഫണ്ട് ക്രിയേറ്റഡ് ഫോർ റിഡംഷൻ, ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. If any sinking fund is created for redemption, auditor should see that the fund is maintained. Sinking fund create ചെയ്തിട്ടുണ്ടെങ്കിൽ for redemption, auditor should see that the fund is maintained. Or if any sinking fund is created for redemption, auditor should see that fund is maintained. Fund മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. Then next, you should see the register of debenture and tally with the debenture account. Debenture register, debentures account tally ആണെന്നുണ്ടെന്നുള്ളത് ഉറപ്പെടുത്തണം. You should vouch cash received on issue with cash book, passbook, debenture register. Cash bookഉം പാസ്ബുക്കും debenture registerഉം വെച്ച് എന്ത് ചെയ്യാം, ഇതിൽ ക്യാഷ് റിസീവ്ഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വോയിച്ച് ചെയ്യാം. അപ്പോൾ മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇതിനുള്ള പവർ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും അസറ്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ അസറ്റ് ഇഷ്യൂ ബന്ധപ്പെട്ട കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം രജിസ്റ്റർ ഓഫ് ചാർജ് വെച്ചിട്ട്. ഇൻസ്പെക്ട് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മോർഗേജ് ചാർജ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂഡിൽ എന്ത് ചെയ്തിരിക്കണം, ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. സിംഗിൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിംഗിൾ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രജിസ്റ്റർ ഓഫ് ഡിവെഞ്ചർ ടാലി വിത്ത് ഡിവെഞ്ചർ അക്കൗണ്ട്. രജിസ്റ്റർ ഓഫ് ഡിവെഞ്ചർ എന്ത് ചെയ്തിരിക്കണം, ടാലി വിത്ത് ഡിവെഞ്ചർ അക്കൗണ്ട്.
ഡിവെഞ്ചർ അക്കൗണ്ട് ആയിട്ട് ആദ്യമായിരിക്കണം. യു ഷുഡ് വാച്ച് ക്യാഷ് റിസീവ്ഡ് ഓൺ ദ ഇഷ്യൂ വിത്ത് ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ആൻഡ് ഡിവെഞ്ചർ. വാച്ച് ക്യാഷ് റിസീവ്ഡ് വാച്ച് ചെയ്യേണ്ടത് ഇഷ്യൂ വിത്ത് ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ആൻഡ് ഡിവെഞ്ചർ രജിസ്റ്റർ. ക്യാഷ് ബുക്കും പാസ്ബുക്കും ഡിവെഞ്ചർ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്.